കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് നമുക്ക് ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ നല്ല രുചികരമായിട്ടുള്ള ഒരു ചീരത്തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ചീര നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർന്നു പോയതിനു ശേഷം നല്ലതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ അതിന് അരപ്പിന് ആവശ്യത്തിനുള്ള സാധനം എടുക്കുക. അപ്പോൾ ഒരു ചെറിയ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് നല്ല ജീരകം, 3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ചുമന്നുള്ളി ഇതുപോലെ ഞുറുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചെറിയ സ്പൂണിന്, ടീസ്പൂൺ അളവാട്ടോ, ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ. ഇനി അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം 2 വറ്റൽ ഉണക്കമുളക് നമുക്കിതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു തണ്ട് കറി ലീഫും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് ഒന്ന് മൂത്തതിന് ശേഷം കറി ലീഫ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഞാനൊരു 3-4 ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തോരൻ നമ്മൾ ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ ആണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ചുമന്ന ചീരയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇത് ചോറിനകത്ത് നമ്മളിങ്ങനെ ഇത് മാത്രം വെച്ചിട്ട് ചോറ് തുറന്നെടുക്കുമ്പോൾ ഉണ്ടല്ലോ, പാത്രത്തിനകത്തൊക്കെ അടച്ച് വെച്ചിട്ട് നല്ല ചോറൊക്കെ നല്ല ചോമാന്നിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനൊക്കെ കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് വലുതായിട്ടൊന്നും വേണ്ട, ഇച്ചിരി തൈരൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരല്പം മഞ്ഞൾപ്പൊടി നമുക്ക് ഈ ഉള്ളിയുടെ കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ എല്ലാം പച്ചമണം എല്ലാം ഒന്ന് മാറി കിട്ടുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കരിഞ്ഞിട്ട് വേറൊരു മണമാവും. അപ്പോൾ ഇതാ ഈ സമയം ഞാൻ നമ്മുടെ അരപ്പ് ഇവിടെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ തേങ്ങാക്കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നമുക്കൊന്ന് മിക്സാക്കി വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ രുചിയായിട്ട് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ സമയം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉപ്പും അരപ്പും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. വരുന്ന സമയം ഞാൻ ചീരയുടെ തണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ചീരത്തണ്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ അരപ്പും ചീരത്തണ്ടും എല്ലാം കൂടെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വെന്ത് പോകണ്ട, എന്നാൽ ചീരത്തണ്ട് നല്ലപോലെ വെന്ത് കിട്ടണം. ആ പരുവത്തിന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് തുറന്ന് വെച്ച് തന്നെയാണ് ഞാൻ ഈ ചീര തോരന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്, അടച്ച് വെച്ച് വേണ്ട. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലപോലെ ചീര ഒന്ന് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ ചീര തണ്ടിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ ഇല ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അടച്ച് വെക്കുന്നേ ഇല്ല കേട്ടോ ഈ തോരന്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലതുപോലെ കുഴയാതെ നമുക്ക് നല്ല തുറുതുറാന്നുള്ള തോരൻ തന്നെ നമുക്ക് കിട്ടും, ഒട്ടും കുഴഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്ത് കുറച്ച് നേരം നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ചീരയിലേക്ക് പെട്ടെന്ന് വാടി കിട്ടുന്നതല്ലേ. അപ്പോൾ ഈ സമയം നമുക്ക് ഇടയ്ക്കൊന്ന് ഉപ്പൊക്കെ നോക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇച്ചിരി തൈര് മാത്രം മതിയാവും നമുക്ക് ചോറുണ്ണാൻ. അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇത് രാത്രിയിലെ വൈകിട്ടെല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കുവാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാനും പറ്റും, മക്കൾക്കും കൊണ്ടുപോകാനായിട്ടൊക്കെ. വെള്ളം നല്ലപോലെ വാർന്ന് പോകണം. അപ്പോൾ ഈ കളറൊക്കെ കാണുമ്പോൾ മക്കളും കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സമയം ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ പരുവായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നല്ലപോലെ വെള്ളം തോർത്തിയെടുക്കാം, നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഇതിലില്ല, എന്നാലും നമ്മൾ ശരിക്കും ഒന്ന് തോർത്തി വേണം എടുക്കാൻ കേട്ടോ. ഇതുപോലെ കിട്ടണം. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അത് നല്ലപോലെ വീഴുന്ന അവസ്ഥയിലായിരിക്കും. ഉണ്ട കിട്ടി ചിലരങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ കുഴഞ്ഞിരിക്കും, ആ പരുവത്തിൽ എടുക്കരുത്. അങ്ങനെ നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള തോരൻ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. അപ്പോൾ അതാ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതും കൂട്ടി ചോറ് കഴിക്കാനുള്ള ആ രസം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പച്ച തൈരും ചീരത്തോരനും സൂപ്പർ കോമ്പിനേഷനായിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണേ. അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ തന്നെ ഒരു ഹൈപ്പും ലൈക്കും തരാൻ മറന്നു പോവല്ലേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.